നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സാന്റിയാഗോ ബെർണാബുവിലേക്ക് പറന്നിറങ്ങുമ്പോൾ തൻ്റെ പക്കൽ ചില പ്ലാനുകൾ ഉണ്ടായിരുന്നു റയലിനെ പൂട്ടാൻ. പക്ഷേ അത് പാളിപ്പോയി. അതെങ്ങനെ പാളി എന്ന് പെപ് ഗാർഡിയോള വിശദീകരിക്കുന്നു. 3-2 തോൽവിയാണ് ഇത്തിഹാദിൽ. സോ ഒറ്റ ഗോളിൻ്റെ ഡിസഡ്വാൻറ്റേജേ ഉള്ളൂ. അത് സാന്റിയാഗോ ബെർണാബുവിൽ മാക്സിമം മുന്നോട്ട് കൊണ്ടുപോകണം, അവരെ പിടിക്കണം എന്നുള്ള പ്ലാനുമായിട്ട് വന്നു. പക്ഷേ പണി പാളിപ്പോയി. അത് തുടക്കത്തിൽ വീണ ഗോൾ മുതൽ സ്റ്റോൺസിനേറ്റ പരിക്കടക്കം ഹാലൻഡിനെ കളിപ്പിക്കാൻ കഴിയാത്തതടക്കം സിറ്റിക്ക് തിരിച്ചടിയാവുകയായിരുന്നു. അദ്ദേഹം ആ വിഷയത്തിൽ സംസാരിക്കുന്നത് എങ്ങനെയാണ്, പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ മാഞ്ചസ്റ്ററിൽ നിന്ന് ഉള്ള ആ റിസൾട്ട് ഉണ്ടല്ലോ, ആ റിസൾട്ട് ഇവിടെ വെച്ച് ശരിയാക്കി എടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. പിന്നെ കഴിഞ്ഞ കളിയിലെ ഞങ്ങളുടെ ന്യൂക്കാസിലിനെതിരെയുള്ള വിജയമുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവുക ആസ് ലോങ് ആസ് പോസിബിൾ, അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ തുടക്കത്തിലെ ഗോൾ വീണു. അത് ഒരു പ്രശ്നമായി. വി കൺസിഡർ എ ഗോൾ സോ ഏർലി, ദി ഇഞ്ചുറി ഫ്രം ജോൺ സ്റ്റോൺസ്. അതാണ് പിന്നെ പിന്നാലെ ഉണ്ടായത്. ദി ഇഞ്ചുറി ഫ്രം ജോൺ സ്റ്റോൺസ് ആൻഡ് ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് വാട്ട് ഹാപ്പൻഡ് ദിസ് സീസൺ. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് ഈ സീസണിൽ അവരുടെ ഒരു പോക്ക്, പരിക്ക്, പ്രശ്നങ്ങൾ, കളി അവരുദ്ദേശിച്ച പോലെ നീങ്ങാത്തത്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു. അതോടുകൂടി ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ല, അവരുടെ നീക്കങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അവിടെയാണ് തൻ്റെ പ്ലാൻ പാളിയത് എന്നാണ് പെപ് ഗാർഡിയോള പറയുന്നത്. ഏതായാലും തീർച്ചയായിട്ടും സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായിട്ടുള്ളൊരു സീസണാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ പ്രീമിയർ ലീഗിലെ കിരീട സാധ്യതയും വളരെയധികം മങ്ങി നിൽക്കുന്ന ഘട്ടമാണ്. UCL നിന്ന് പുറത്തായിരിക്കുന്നു. ഇനി ഈ സീസണിൽ എന്താണ് ലക്ഷ്യം എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.